അഴിമതി എവിടെ കണ്ടാലും ആര് നടത്തിയാലും അത് ഏത് രാഷ്ട്രീയക്കാരായാലും ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട്. എനിക്കങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമൊന്നും ആ കാര്യത്തിലൊന്നും എനിക്കൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയവുമില്ല. അപ്പം ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയൊരു അഴിമതി നടന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. 2 പേര് യഥാർത്ഥ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടായി. അതായത് NM വിജയൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഒരു വിശദമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് ആ വീട്ടുകാരൊക്കെ ഇത് കണ്ടു. അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ വലിയ ഒരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യ വേണ്ടി വന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. കാരണം അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ജോലിക്ക് വേണ്ടി ആളുകൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് കുറേ പേർക്ക് കൊടുക്കണം. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നമ്മുടെ ബഹുമാന്യനായ ഒരു MLA ഉൾപ്പെടെ ഉള്ള ആളുകൾ ചേർന്നുകൊണ്ട് അതിൻ്റെ പണവും വാങ്ങിയിട്ട് അവസാനം ജോലി കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം അപ്പോഴത്തേക്കും ഭരണം മാറി. ഈ ഭരണം അവിടുത്തെ അതിൻ്റെ ഭരണം, ആ കോപ്പറേറ്റീവ് സ്ഥാപനത്തിൻ്റെ ഭരണം BJPയുടെ കയ്യിലേക്ക് പോയി. അപ്പോൾ ഇവർക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ? അവസാനം ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യൻ ബാങ്കിൽ നിന്ന് പണം കടമെടുത്ത് കൊടുക്കേണ്ട ഗതികേട് വന്നു. അതങ്ങ് കടം പെരുകി. ഒരു നിവൃത്തിയില്ലാതായപ്പോൾ ഈ വിവരം എല്ലാവരുടെ അടുത്തും അറിയിച്ചു. അതായത് ഈ പണം വാങ്ങിക്കൊണ്ടുപോയ മഹാന്മാരുണ്ടല്ലോ, ഇത് തിരിച്ചു കൊടുക്കണമെന്ന് അറിയിച്ചു. അവർ കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാതെ, ഒരു നിർവാഹവും ഇല്ലാതെ ഈ പാവം മനുഷ്യൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം എഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തു. ഈ എഴുതി വെച്ച ലെറ്ററുകളുണ്ടല്ലോ, നിങ്ങൾ 10 ദിവസത്തേക്ക് ഒന്നും ചെയ്യരുത്, കാര്യം ഇത് അവർ എന്തെങ്കിലും നടപടി അതിനിടയിൽ എടുത്തേക്കും എന്ന് ഇയാളെ ജീവിച്ചിരിക്കുന്ന മകൻ്റെ അടുത്തും ഒക്കെ അത് എഴുതിയിട്ടുണ്ട്. ആ ലെറ്ററിൽ അതും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എഴുത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ കോപ്പി കൊണ്ടുവന്നിട്ട് നമ്മുടെ KPCC പ്രസിഡന്റിന് കൊടുത്തു. അദ്ദേഹത്തിന് അത് വായിക്കാൻ സമയം കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. 2 പേരും മരിച്ച കേസാണ്, സമയം കിട്ടിയില്ല. അവസാനം സമയം കിട്ടിയപ്പോഴോ, ഞാനിത് പണ്ടേ ഇടപെട്ടിരുന്ന ഒരു കാര്യമാണ് എന്നായി. പണ്ടേ ഇടപെട്ടിരുന്നെങ്കിൽ പണം വാങ്ങിച്ച് കൊടുക്കണ്ടേ? ഈ പാവപ്പെട്ട മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമായിരുന്നു. അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയായി ഇത് കാരണം. ബാങ്കിൽ വല്ലവരും വാങ്ങിച്ചുകൊണ്ട് പോയി തിന്ന പണമാണ്. അപ്പോൾ അത് MLA അല്ല ആരായാലും ശരി, ആ ബാധ്യത ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥരാണ്, അവർ ചെയ്യണം. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുമല്ലോ സാധാരണ അവർക്ക് അവരുടേതായ കോടതിയുണ്ട് എന്ന് വെച്ചാൽ അവരുടേതായ സംവിധാനമുണ്ട് അന്വേഷിക്കാൻ. അവരന്വേഷിക്കും, എന്നിട്ട് അവരുടെ തീരുമാനം എടുക്കും, അവർ നടപ്പാക്കും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാമായിരുന്നല്ലോ ഈ ശ്രീ VD സതീശനും ശ്രീ സുധാകരനും ഒക്കെ. ഇപ്പം ശ്രീ VD സതീശൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ്, അതിനകത്ത് കുറേ ഭാഗത്തിന് ക്ലാരിറ്റി കുറവുണ്ട്, കണ്ണാടി എടുത്ത് വെക്കണം, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കണ്ണാടി വെച്ച് നോക്കണം, അപ്പോൾ ക്ലാരിറ്റി കിട്ടും. അത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് മാത്രമല്ല, അവർ ഭീഷണിപ്പെടുത്തി എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത് കേട്ട്, ഭീഷണിപ്പെടുത്തി എന്നല്ല പറഞ്ഞ വാക്ക്. അവര് BJPക്കാർ അവരെ സമീപിച്ചു, CPMക്കാർ വന്നു. ഇതൊക്കെ പറഞ്ഞൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ഭീഷണിക്കോ, അല്ല വലിയ നട്ടലുള്ള ആളല്ലേ. അപ്പോൾ ആ രീതിയിൽ പറയുന്നത് കേട്ടു, ഞാൻ കേട്ടതാണ്. എന്നിട്ട് ഇന്ന് പത്രത്തിൽ വന്നേക്കുന്നു ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചെന്നേ പറഞ്ഞുള്ളൂ. അത് ശരിയാണ്. ഗ്രാമറിനകത്ത് കയറി പിടിച്ചോണ്ടാ മതി കേട്ടോ, അതാ വേണ്ടത്. അപ്പം എന്തോ ആവട്ടെ. ഇപ്പം എന്നിട്ടെന്ന് പറയാം, ഞങ്ങളുടെ അന്വേഷണ കമ്മീഷന്റെ തീരുമാനം വരട്ടെന്ന്. മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മിസ്റ്റർ? നിങ്ങൾ അന്വേഷണ കമ്മീഷൻ, നിങ്ങൾ ആരെ അന്വേഷിക്കാൻ? നിങ്ങൾ അന്വേഷിക്കുന്നതാണോ ഈ പണം അടിച്ചുകൊണ്ട് പോയിട്ട് അതും എടുത്ത് വിനിയോഗിച്ച് കൊണ്ടുപോയി പുട്ടടിക്കുന്ന വല്ലവനും കൊണ്ടുപോയി തിന്നിട്ട് അവസാനം അത് 2 പേരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് പറയാ ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്ന്? നിങ്ങളുടെ അന്വേഷണ കമ്മീഷൻ ആർക്ക് വേണം? നിങ്ങൾ ആ മര്യാദയ്ക്ക് ആ ഇടപാട് സെറ്റിൽ ചെയ്യണം. അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുമല്ലോ. അപ്പം നിങ്ങൾ അവർക്കെതിരെ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നിങ്ങൾക്കെതിരെയാണെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം, മനസ്സിലാക്കണം. അതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇതെന്താ രാഷ്ട്രീയക്കാർക്ക് എല്ലാം ആവാമെന്നാണ്?
ഒരുപാട് കരുവന്നൂര് നമ്മൾ കണ്ട്, അതിന് ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞില്ല അതിനെക്കുറിച്ച്. ഇപ്പോഴും അത് ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മാർക്സിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ, ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ടോ, അവിടെ മുഴുവൻ ഇതുപോലെ അഴിമതി എന്ന് പറയുന്നത് അതിനകത്ത് അംഗങ്ങൾ, അവിടുത്തെ കമ്മിറ്റിക്കാരുണ്ടല്ലോ, അവർ ഈ പണം അടിച്ചുകൊണ്ടങ്ങ് പൊക്കോളും. ലോൺ ഇഷ്ടം പോലെ എഴുതിയെടുക്കുകയാണ് അവരെ പേരിലും ബന്ധുക്കളുടെ പേരിലും, എന്നിട്ട് തിരിച്ചടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ തകർത്ത് കഴിഞ്ഞു. അതാണ് സംഭവം. രാഷ്ട്രീയ മുക്തമാകണം കോപ്പറേറ്റീവ് സെക്ടർ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അത് കോൺഗ്രസ്സുകാരും വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരും വേണ്ട, ആരും വേണ്ട. അതിനകത്ത് മനുഷ്യരാണ് വേണ്ടത്. ആദ്യം അതാ നമ്മൾ തീരുമാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത് വന്നപ്പോൾ ഇതിന് വായടഞ്ഞു പോയല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ വട്ടിപ്പിരിവ് നടത്തിയോ, ചന്തപ്പിരിവ് നടത്തിയോ, ഏതെങ്കിലും വിധത്തിൽ ആ പാവങ്ങൾ കടം തീർക്കണം. അല്ലാതെ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരണ്ട, ഞങ്ങളുടെ കമ്മീഷൻ അന്വേഷിക്കട്ടെ. നിങ്ങളുടെ കമ്മീഷനൊന്നും ഇവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടെ വേറെ ഉണ്ട്. നിങ്ങളുടെ കമ്മീഷനൊന്നും അല്ല കാര്യം. ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ രാഷ്ട്രീയം ഏതായാലും ശരി, അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്നൊരു ധാരണ വേണം. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരായിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശ്രീ വി ഡി സതീശനും ശ്രീ സുധാകരനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് സെറ്റിൽ ചെയ്ത് ആ പാവങ്ങളെ ദുരിതക്കയത്തിൽ നിന്ന് കയറണം. എന്നിട്ട് അവരെ ആരെങ്കിലും സഹായിക്കാൻ ചെല്ലുമ്പോൾ അത് നിങ്ങൾ ഭീഷണിയായിട്ട് കണക്കാക്കരുത്. അവരെ ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ. അവർ മാർക്സിസ്റ്റുകാരവിടെ, കമ്മ്യൂണിസ്റ്റുകാരവിടെ ചെല്ലട്ടെ. അതിനെന്താ, അവർ മനുഷ്യരല്ലേ. അവരാരെങ്കിലും സഹായിക്കാനാണെങ്കിൽ അവർ സഹായിക്കട്ടെ. ഈ പാവങ്ങളെ രക്ഷപ്പെട്ടെ. 2 പേരെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആളുകളും കൂടെ ആ വീട്ടിലുണ്ടല്ലോ, അവരെ ആത്മഹത്യയിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ.